പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണമായ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. അതായത് പ്രതികരണത്തിന്റെ രീതി, ലക്ഷ്യം, സമയം എന്നിവ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണമായും തീരുമാനിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രീതിയിലുള്ള ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം ഇന്ത്യൻ സൈന്യത്തിന് നൽകിയത്? അതായത് പാകിസ്ഥാന്റെ പ്രതിരോധ നിരകൾക്ക് പിന്നിൽ നിന്നുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. എന്തായിരിക്കും ആ ഓപ്പറേഷൻ എന്ന് നോക്കാം. അതായത് 30 വർഷത്തോളമായി അധികം ആർക്കും അറിയാതെ ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന സൈനിക താവളം, ഏകദേശം $100 മില്യൺ ചെലവഴിച്ച് ഇന്ത്യ നിർമ്മിച്ച വ്യോമത്താവളം. ഈ താവളത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് രഹസ്യാന്വേഷണ ശേഖരണം, നിരീക്ഷണം, രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവ നടത്താൻ ഇന്ത്യക്ക് സാധിക്കും. വെറും 500 കിലോമീറ്റർ അകലെ പാകിസ്ഥാന്റെ പെഷവാർ. ഈ താവളത്തിൽ നിന്ന് വെറും 600 കിലോമീറ്റർ അകലെ പാകിസ്ഥാനും പാക് അധീന കാശ്മീരും. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമാണ് ഈ പെഷവാർ എന്ന് പറയുന്നത്. 2023 കണക്കനുസരിച്ച് ഏകദേശം 4.7 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള, അതായത് പാകിസ്ഥാനിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളതിലെ 6ാമത്തെ നഗരമാണ് പെഷവാർ. ചരിത്രപരമായി പാകിസ്ഥാൻ തുടർന്നു വരുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള കിഴക്കൻ അതിർത്തി സംരക്ഷിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാന്റെ മിസൈലുകളുമെല്ലാം ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന കിഴക്കൻ അതിർത്തിയായ LOCയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ ശ്രദ്ധ മുഴുവൻ ഈ കിഴക്കൻ അതിർത്തിയാണ്. എന്നാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാന്റെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തിയാണെങ്കിലോ? അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് ഒരു ആക്രമണം, ഇന്ത്യയുടെ ഒരു നുഴഞ്ഞുകയറ്റം പാകിസ്ഥാനെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഈ സന്ദർഭത്തിലാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിനായിട്ടാണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നിന്ന് 600 കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയുള്ള തെക്കൻ താജിക്കിസ്ഥാനിലുള്ള അധികമാരും അറിയപ്പെടാത്തതും എന്നാൽ തന്ത്രപ്രധാനവുമായ വിദേശ വ്യോമത്താവളം ഇന്ത്യക്ക് പ്രയോജനം ചെയ്യുന്നത്. ഏകദേശം 30 വർഷത്തോളമായി ഇന്ത്യ ഈ താജിക്കിസ്ഥാനിൽ സൈനിക സാന്നിധ്യം നിലനിർത്തുന്നുണ്ട്. 1990കളിൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള തെക്കൻ താജിക്കിസ്ഥാനിലെ ഫാർഖോർ മേഖലയിൽ ഇന്ത്യ ഒരു സൈനിക ആശുപത്രി പരിപാലിച്ചിരുന്നു. ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഒരു ആഭ്യന്തര യുദ്ധത്തിലൂടെ കടന്നു പോകുകയായിരുന്ന ആ സാഹചര്യത്തിൽ സോവിയറ്റ് സൈന്യം പിൻവാങ്ങുകയും പാകിസ്ഥാൻ പിന്തുണയുള്ള താലിബാൻ സേനയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ അഫ്ഗാൻ താജിക് ഗറില്ല നേതാവായിരുന്ന പരേതനായ അഹമ്മദ് ഷാ മസൂദ് നയിച്ച വടക്കൻ സഖ്യത്തെ ഇന്ത്യ പിന്തുണച്ചിരുന്നു. 2001 സെപ്റ്റംബർ 11 അൽ-ഖ്വയ്ദ അമേരിക്കയെ ആക്രമിക്കുന്നു. ഈ ഭീകരാക്രമണങ്ങൾക്ക് തുടർന്നുണ്ടായ അമേരിക്കൻ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യയിലെ തീവ്ര ചിന്തകർ തെക്കൻ താജിക്കിസ്ഥാനിലെ ഐനി എയർബേസ് എന്ന് അറിയപ്പെടുന്ന തകർന്നു കിടക്കുന്ന ഒരു ഗിസാർ മിലിറ്ററി എയറോഡ്രോം വികസിപ്പിക്കുന്നതിനുള്ള ആശയം മുന്നോട്ട് വെച്ചത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഈ ഐനി വ്യോമത്താവളം വടക്കൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ താഴെ മാത്രം അകലെയാണ്. അന്നത്തെ വാജ്പേയി സർക്കാരും പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസും പദ്ധതിയെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മുൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ BS ധനോവയും വിദേശകാര്യ മന്ത്രാലയം ധനസഹായം നൽകിയ ഈ താവളം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. മിക്ക ഫിക്സഡ് വിംഗ് വിമാനങ്ങൾക്കും ഇറങ്ങാനും പറന്നുയരാനും ആവശ്യമായ നീളത്തിൽ ഗിസറിലെ എയർ സ്ട്രിപ്പ് ഏകദേശം 3200 മീറ്ററായി വികസിപ്പിക്കുകയായിരുന്നു. ഇന്ത്യൻ സംഘം വിമാനങ്ങളുടെ ഹാങ്കറുകളും ഓവർഹോളിംഗ്, ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷി എന്നിവയും ഇവിടെ വികസിപ്പിച്ചെടുത്തു. ഐനി വ്യോമത്താവളം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ ഏകദേശം $100 മില്യൺ ആണ് ചെലവഴിച്ചത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ സുഖോയ് 30 MK യുദ്ധ വിമാനങ്ങൾ ഈ ബേസിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ തന്ത്രപരമായി ഈ ഐനി വ്യോമത്താവളം ഉപയോഗിച്ചിട്ടുമുണ്ട്. 2021 ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക ക്രമരഹിതമായി പിൻവാങ്ങുകയും താലിബാൻ കാബൂൾ അതിവേഗം കീഴടക്കുകയും ചെയ്തപ്പോൾ കാബൂളിൽ നിന്ന് 100 കണക്കിന് പൗരന്മാരെയും നയതന്ത്രജ്ഞരെയും ഒഴിപ്പിക്കുക എന്ന വെല്ലുവിളി ഇന്ത്യക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഐനി വ്യോമത്താവളമാണ് ഇന്ത്യ ഉപയോഗിച്ചത്. ഈ ഐനി വ്യോമത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ C-17, C-130J ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ കാബൂളിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി സർവീസ് നടത്തിയതായിട്ടും റിപ്പോർട്ടുകളുണ്ടായി. ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഈ വ്യോമത്താവളം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പാകിസ്ഥാന് ശരിക്കും ഒരു അടിയായിരിക്കും. പാകിസ്ഥാനെ ഇവരുടെ തന്ത്രം പുനഃക്രമീകരിക്കേണ്ടതായി വരും. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കിഴക്കൻ ഭാഗത്തു നിന്നും ഇവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും എല്ലാം
ഈ വടക്കൻ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാറ്റേണ്ടതായി വരും. ഇത് ശരിക്കും പാകിസ്ഥാനെ ദുർബലമാക്കും. ഈ സമയം കൊണ്ട് തന്നെ ഇന്ത്യ ആക്രമണം നടത്തി കഴിയുകയും ചെയ്യും. എന്നാൽ പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ എത്താൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ കടക്കേണ്ടി വരും. എന്നാൽ ഇവിടെ ഒരു ചോദ്യം, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ പിന്തുണയ്ക്കുമോ എന്ന്. എന്നാൽ അഫ്ഗാനിസ്ഥാന് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ നേടാനാകും. അതുപോലെ തന്നെ ഇതുവഴിയുള്ള മറ്റൊരു മാർഗമാണ് പിഒകെക്കും തെക്കൻ താജിക്കിസ്ഥാനും ഇടയിലുള്ള ആൾതാമസമില്ലാത്ത വഖാൻ ഇടനാഴി. ഇതുവഴി ഇന്ത്യക്ക് പാക് അധീന കാശ്മീരിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഈ പാതയിൽ ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള പ്രതിരോധവും നേരിടേണ്ടി വരില്ല. പൈലറ്റുമാർക്കും വില കൂടിയ യുദ്ധവിമാനങ്ങൾക്കും ഉണ്ടാക്കാവുന്ന അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഇന്ത്യക്ക് ഈ ജോലികൾക്കായി ഡ്രോണുകൾ വരെ ഉപയോഗിക്കാനും കഴിയും. അതായത് ഏത് സമയം വേണമെങ്കിലും ഇന്ത്യൻ സേനയ്ക്ക് ഈ ഐനി വ്യോമത്താവളത്തിൽ നിന്ന് യുദ്ധപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ സായുധ സേനയ്ക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനുകളെല്ലാം ഇന്ത്യൻ സൈന്യത്തിന്റെ പരിഗണനയിലുമുണ്ട്. അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പേ സൈനിക നേതൃത്വം ഇവ പരിശോധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താജിക്കിസ്ഥാനിൽ ഒരു വിദേശ ഇന്ത്യൻ സൈനിക താവളം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാന്റെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളെ അസ്വസ്ഥമാക്കുമെന്ന് സുരക്ഷിതമായി തന്നെ പറയാൻ കഴിയും. പാകിസ്ഥാനും ഒരു ആസന്നമായ ഇന്ത്യൻ ആക്രമണം ഏത് സമയത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യം അതീവ ജാഗ്രതയിലുമാണ്. വ്യോമ പ്രതിരോധം സജീവമാക്കിയതായും സൈനിക ഉപകരണങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് അടുപ്പിച്ചതായും ശക്തി തെളിയിക്കുന്നതിനായി സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകളുമുണ്ട്. താജിക്കിസ്ഥാന്റെ തലസ്ഥാനമായ ദുഷാൻബെയിൽ നിന്നും വെറും 15 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഐനി എയർബേസ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപരമായി പ്രധാനപ്പെട്ട ഔട്ട് പോസ്റ്റുകൾ ഒന്നായി ഉയർന്നു വന്നിരിക്കുകയാണ്. 2001 തുടങ്ങി 2010 ആയപ്പോഴേക്കും ഇന്ത്യ ഇതിന്റെ റൺവേ തന്നെ 3200 മീറ്റർ ആയിട്ടാണ് വികസിപ്പിച്ചത്. ശക്തമായ ഷെൽട്ടറുകളും ഇന്ധന ഡിപ്പോകളും എയർ ട്രാഫിക് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുമെല്ലാം ഇന്ത്യ ഇവിടെ നിർമ്മിച്ചു. ഇലൂഷൻ 76 പോലുള്ള ഹെവി ലിഫ്റ്റ് വിമാനങ്ങളെയും സുഗോയി Su-30 MKI പോലുള്ള മൾട്ടി റോൾ ഫൈറ്ററുകളെയും പിന്തുണയ്ക്കാൻ ഇന്ന് ഈ ബേസിന് കഴിയും. വിദേശ സൈന്യമൊന്നും സ്വന്തം മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് താജിക്കിസ്ഥാൻ സർക്കാർ വാദിക്കുന്നുണ്ട് എങ്കിലും ഉപഗ്രഹ ചിത്രങ്ങൾ, പ്രാദേശിക റിപ്പോർട്ടുകൾ, സൈനിക വിശകലന വിദഗ്ധർ എന്നിവ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയിലെ എഞ്ചിനീയർമാർ, ടെക്നീഷ്യന്മാർ, സുരക്ഷാ ജീവനക്കാർ എന്നിവർ വർഷങ്ങളായി ഐനിയിൽ സാന്നിധ്യം നിലനിർത്തുന്നുണ്ട് എന്നാണ്. ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ്വ എന്നീ പ്രശ്നബാധിത പ്രവിശ്യകൾ ഉൾപ്പെടെ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തികളിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ താവളം മേഖലയിലേക്ക് ആഴത്തിൽ ശക്തി പകരാൻ ഇന്ത്യക്ക് ഒരു ലോഞ്ച് പാടാണ് നൽകുന്നത്. കൂടുതൽ വിശാലമായ സംഘർഷമുണ്ടായാൽ കിഴക്കൻ മുന്നണിയിൽ നിന്ന് മാത്രമല്ല, അതായത് കാശ്മീർ വഴി മാത്രമല്ല, വടക്കു പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് സൈനിക സമ്മർദ്ദം ചെലുത്താൻ കഴിയും. അതുപോലെ തന്നെ ഈ ഐനി വ്യോമത്താവളത്തിന്റെ സ്വാധീനം പാകിസ്ഥാന് അപ്പുറത്തേക്കും വ്യാപിക്കുന്നുണ്ട്. ചൈനയുടെ സൈനിക പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നതിന് ഇന്ത്യ ഈ വ്യോമത്താവളം ഉപയോഗിക്കുന്നുണ്ട്. ചൈനയുടെ സെൻസിറ്റീവ് പ്രവിശ്യയായ സിൻജിയാങ്ങുമായി താജിക്കിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതുകൂടാതെ ബലൂചിസ്ഥാനിലൂടെ കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഗ്വാദർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്നതോടെ ഈ മേഖലയ്ക്കടുത്തുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ സാന്നിധ്യം ചൈനയുടെയും ഇസ്ലാമാബാദിന്റെയും കനത്ത സുരക്ഷയുള്ള സാമ്പത്തിക ലൈഫ് ലൈനിനെ ഒരു സങ്കീർണത സൃഷ്ടിക്കുന്നു. അതേപോലെ തന്നെ ഈ താവളത്തിൽ നിന്നുള്ള ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാന്റെ ആണവ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കും. പാകിസ്ഥാന്റെ ആണവ സ്ഥാപനങ്ങൾ പലതും പടിഞ്ഞാറൻ പ്രവിശ്യകളിലാണ്. എന്തായാലും താജിക്കിസ്ഥാനിലെ ഇന്ത്യയുടെ ഈ വ്യോമത്താവളം പാകിസ്ഥാന് ഒരു സമ്മർദ്ദ കേന്ദ്രമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.